എൻ്റെ എല്ലാ സിനിമകളിലും അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മക്കൾ, മുത്തശ്ശൻ, മുത്തശ്ശി ഈ കൺസെപ്റ്റ് ഞാൻ കൊടുക്കും. കാരണം ഞാൻ അങ്ങനെ വളർന്ന ആളാണ്, ഞാൻ കണ്ടു വളർന്ന ആളാണ്, അങ്ങനെ ജീവിച്ച ആളാണ്. അപ്പം എൻ്റെ കഥകളിൽ തീർച്ചയായിട്ടും അതെല്ലാം വരും. കാരണം ഒരു മുത്തശ്ശനോ മുത്തശ്ശോ ഇല്ലാത്തൊരു കഥ എന്നോട് ആലോചിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സിനിമകളിലും പ്രത്യേകിച്ച് അതിൽ അച്ഛൻ മകൾ ബന്ധം ഭയങ്കരമായിട്ട് പറയും. കാരണം എനിക്ക് 2 പെൺമക്കളാണ്. അപ്പം ഞാൻ അതായത് എല്ലാ സിനിമകളിലും ഇപ്പോൾ 10-ാം വളവിലാണെങ്കിലും മാളികപ്പുറത്തിലാണെങ്കിലും ഇപ്പം ആനന്ദസുബാലൊപ്പം മകനും അമ്മയുമാണ് വന്നിരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പുകൾ സിനിമയിൽ നൈറ്റ് ഡ്രൈവിൽ പോലും ഉണ്ട് അച്ഛനുമായിട്ടുള്ള കണക്ഷൻ. അതുകൊണ്ട് പിന്നെ മറ്റേ കുട്ടിയുടെ ഒരു ട്രാക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം എൻ്റെ തമിഴ് സിനിമ കടാവർ നോക്കിയാൽ അതിൽ അമ്മയും മകളുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ ചോറ്റാനിക്കര കഥയിൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ അതാണ്, അങ്ങനത്തെ ബേസിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം ഞാൻ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ചെയ്യുന്നത് എൻ്റെ മകളാണ്, എൻ്റെ മൂത്ത മകളാണ്. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ എഴുത്തിനകത്ത് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കഥകൾ എഴുതുമ്പോൾ എവിടെയെങ്കിലും ഞാൻ അവളുടെ ചായവുള്ള ഒരു കഥാപാത്രം കൊടുക്കാൻ നോക്കും. അപ്പം അങ്ങനെ എഴുതുമ്പോഴാണ് ഇത് ഇങ്ങനെ ആയി പോകുന്നത്.